കേൾക്കുന്നത് അങ്ങനെ കേൾക്കണ്ടെന്ന് വെച്ചാൽ Good afternoon. Good afternoon, teacher. Good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംബുലൻസ് അതിനകത്ത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് പറഞ്ഞു അല്ലെ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ്
പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് വിഷ്വൽ വാർണിങ്സ്, പിന്നെ ഓഡിയബിൾ സൗണ്ട്സുകൾ, വാർണിങ്ങുകൾ അല്ലെ. പാസീവിനകത്ത് ഏതൊക്കെയായിരുന്നു വരുന്നേ? പാസീവ് വാർണിങ്ങില് ആ വെഹിക്കിൾസിന്റെ, ആംബുലൻസിന്റെ ആ വെഹിക്കിളില് നമ്മൾ വെച്ചേക്കുന്ന ആ ചിഹ്നങ്ങളും ഡിസൈനുകളൊക്കെ അത് ഒരു എന്താ പറയാ പാസീവാണ്. അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവും. അല്ലാതെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമല്ല, ആ വെഹിക്കിൾസിന് തന്നെ കാണിച്ചേക്കുന്ന ഡിസൈനാണ് എന്താ പാസീവില് വരുന്നത്, പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആംബുലൻസിന്റെ ഫ്രണ്ടില് ആംബുലൻസ് എന്ന് പറഞ്ഞ് തിരിച്ചെഴുതി വെച്ചേക്കുന്നത് അല്ലെ, പെയിന്റ് ചെയ്തേക്കുന്നത്. അത് ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവറിന് മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മൾ വെഹിക്കിൾസില് പല ഡിസൈനുകൾ കൊടുത്തേക്കുന്നത്, ആംബുലൻസിന് പല ചെക്ക് നമ്മൾ കാണിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഗ്രീനും യെല്ലോയും ഒക്കെ കാണിച്ചേക്കുന്നത്, അങ്ങനെ അതിന്റെ സിംബലുകള് ഡിസൈനുകൾ കൊടുത്തേക്കുന്നത്. പിന്നെ ആംബുലൻസിന്റെ ഫ്രണ്ടില് ആംബുലൻസിന് തിരിച്ചെഴുതി വെച്ചേക്കുന്നതൊക്കെ ഏതിനെ കാണിക്കുന്നതാണ്? പാസീവ് വിഷ്വൽ സിംബൽസ് വാർണിങ്ങിനെ കാണിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് പറഞ്ഞു. അതിനകത്ത് ഏതൊക്കെയായിരുന്നു പറഞ്ഞു? ആക്റ്റീവ് ആണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഈ ലൈറ്റുകൾ അല്ലെ, പല ടൈപ്പ് ഇത് പറഞ്ഞു, ലൈറ്റുകൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു കോമൺ കളറുകൾ നമ്മൾ പറഞ്ഞത് യൂസ് ചെയ്യണത്? റെഡ്, ആംബർ, വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ളത് കോമൺ ആംബുലൻസ് വാർണിങ്ങിന് കാണിക്കാൻ ഉപയോഗിക്കുന്ന കളേഴ്സ് ആണ്. അത് നമ്മൾ ലൈറ്റ് പോലെ, ആ ലൈറ്റുകൾ തന്നെ നമ്മൾ പറഞ്ഞു പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. LED ഉണ്ട്, ഫ്ലാഷിങ് മിന്നി തെളിയുന്ന ബൾബുകളില്ലേ, അതുണ്ട്. പിന്നെ റൊട്ടേഷൻ ചെയ്യുന്ന ബൾബുകൾ, ഹാലജൻ ബൾബുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റർ, നല്ല സാധാരണ ലൈറ്റിനേക്കായും നല്ല പ്രകാശം തരുന്ന രീതിയിലുള്ള ലൈറ്റുകളുണ്ട്. ഇതൊക്കെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ് അല്ലെ. പിന്നെ അത് ലൈറ്റ് പറഞ്ഞു 360 ഡിഗ്രി കവറേജ് ആണ്. അത് നമ്മൾ ഏത് സൈഡിൽ നിന്നും ആ ലൈറ്റ് കാണാവുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മാത്രം, ബാക്കിൽ നിന്ന് മാത്രം, അത് സൈഡിൽ മാത്രം കാണുന്ന ഒരു വ്യൂ അല്ല. അത് മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞത് 360 ഡിഗ്രി കവറേജ് കിട്ടുന്നതാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഓഡിയബിൾ ആണ്. അതായത് നമ്മൾ ഓഡിയബിൾ വാർണിംഗ്. ഇപ്പൊ നമുക്ക് ഒത്തിരി നമ്മുടെ ബാക്കിലാണ്, ഇപ്പൊ നമ്മളൊരു വാഹനത്തിൽ പോവാണ്, നമ്മുടെ ഒത്തിരി ബാക്കിലാണ് ഈ ആംബുലൻസെങ്കിൽ നമുക്ക് ആ എന്താ പറയാ, ആ ലൈറ്റും കൊണ്ട് നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഏത് ഓഡിയോസ്, ആ സൗണ്ടുകള് നമ്മൾ സൗണ്ട് കേൾക്കുമ്പോഴാണ്. ഇപ്പൊ ഒത്തിരി ബാക്കിൽ നിന്നൊക്കെ ആംബുലൻസ് സൗണ്ട് ഓടി വരുമ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് വാഹനങ്ങൾക്കൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഓഡിബിൾ വാർണിംഗ് സിംബലുകള് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ അത് വെച്ചാൽ സൈറൺ ആണ്. അത് ഞാൻ പറഞ്ഞു പല ടൈപ്പ് സൈറൺ ആണ്. അപ്പം നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ആംബുലൻസുകള് ആ ഏറ്റവും ടോപ്പിലായിട്ട്, ആ റൂഫിലെ ഏറ്റവും ഫ്രണ്ടില് മുകളിലായിട്ട് ഒരു ഇത് മാത്രമേ ഉള്ളൂ, എപ്പോഴും ഒരേ സൈറൺ തന്നെയായിരിക്കും. പക്ഷെ ഇപ്പേ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ബെൽസ് ആണ്, വാർണിംഗ്സ്. ഇനി ആ മെക്കാനിക്കൽ ബെൽസ്, അതിപ്പോ ആ ഡ്രൈവേഴ്സിന് തന്നെ ആ സൈറൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പോകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് പോകുന്ന സാഹചര്യത്തില്, പിന്നെ അതുപോലെ തന്നെ ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ, അങ്ങനെയൊക്കെ പല സിംബലുകള്, പല സൈറൺ, ആ സൈറണുകള് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇത് ആ ആംബുലൻസ് ഡ്രൈവർക്ക് തന്നെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മെക്കാനിക്കൽ ബെൽസുകളാണ് ഇപ്പൊ കൊടുത്തേക്കണേന്ന് പറഞ്ഞു. അപ്പൊ അതുള്ളത് അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ ജംഗ്ഷനിലോ വലിയ ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആളുകളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല സൗണ്ടാണ്. അപ്പൊ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അത് എന്താവശ്യമാണ്, എമർജൻസി ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നിന്റെയും സൈറന് വ്യത്യാസം ഉണ്ടാവും.
ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ അത് പറഞ്ഞു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള RDS റേഡിയോ സിസ്റ്റംസ്, പിന്നെ അത് FM ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ, ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും ഈ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, യൂട്യൂബിൽ ഒന്ന് നോക്കണം, ഡിഫറൻസ് സൈറണുകൾ നോക്കിയോ? ആരെങ്കിലും നോക്കിയായിരുന്നോ? ഇതിനകത്തേക്കൂടെ കാണിക്കുമ്പോഴേ, ഇപ്പൊ യൂട്യൂബിൽ നിന്ന് നേരെ ഞാൻ ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ഫോണിൽ നിന്ന് ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ വെച്ച് കേൾപ്പിക്കാം. ആരെങ്കിലും നോക്കിയായിരുന്നോ? പല സൈറണുകളും അതിന്റെ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു യൂട്യൂബിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനിവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. എന്നാ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പറയണോ കേട്ടോ. നോക്കിയോ ആരെങ്കിലും? ജാസ്മിൻ, ജിനു, ആരെങ്കിലും നോക്കിയായിരുന്നോ? നോക്കിയില്ല അല്ലെ? ഇല്ല. ഇതുപോലെയാണ് അപ്പൊ ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നത്. ജസ്റ്റ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നില്ലേ? വായിച്ചു നോക്കുന്നു ടീച്ചർ. വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് വരുമ്പോ നിങ്ങക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പൊ അന്നു എടുക്കണത് നമ്മൾ ക്ലാസ്സിൽ വായിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട് വന്നത്. നമ്മൾക്ക് റിവിഷൻ ഉണ്ട്. ആ റിവിഷൻ ടൈമില് എക്സാം ഒക്കെ നിങ്ങൾക്ക് ആവാറായിട്ടുണ്ട് അല്ലെ? 1-ാം തീയതി അല്ലായിരുന്നോ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്? ജനുവരി അല്ലെ? ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴത്തേക്ക് 3 മാസം ആവില്ലേ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ തീരാനുള്ള? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും നിങ്ങൾക്ക്. എക്സാമിന്റെ ഒക്കെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോന്നും വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ക്ലാസ്സിൽ എടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ അന്ന് തന്നെ ഒന്ന് വായിച്ചൊക്കെ പോവാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾക്ക് കേൾക്കാമോ എന്നൊന്ന് പറയണോ കേട്ടാ? ഓക്കെ. ഏതൊക്കെ എപ്പോഴെല്ലാം ഉപയോഗിക്കാമെന്ന് ആദ്യം പരിശോധിക്കാം. ഈ സൈലന്റ് ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആംബുലൻസിന് പോകാൻ വഴി നൽകണമെന്നാണ്. കേട്ടായിരുന്നോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കേൾക്കാൻ. ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ അല്ലെ? ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് ഞാനൊന്ന് കേൾപ്പിക്കാം. എപ്പോഴെല്ലാം ഉപയോഗിക്കാമെന്ന് ആദ്യം പരിശോധിക്കാം. ഈ സൈറൻ കേട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആംബുലൻസിന് പോകാൻ വഴി നൽകണം. ആംബുലൻസിന് പോകാൻ വഴി വേണം. രോഗിയെ തേടിയുള്ള യാത്രയായതിനാൽ ഏവരും
വഴി കൊടുക്കുക. എല്ലാവരും വഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാമത്തെയാണ് നമ്മൾ കേട്ടത് രോഗിയുമായി വരുന്നു എന്ന സൈറനാണ്. രോഗിയുമായിട്ട് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം എന്നതിനാൽ എല്ലാവരും വഴി മാറി കൊടുക്കുക. ഇതിപ്പോ രണ്ടാമത് കേൾപ്പിച്ചതെന്ന് വെച്ചാൽ പേഷ്യന്റുമായിട്ട് വരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ അതിന് വഴി ആംബുലൻസിൽ പോകാനുള്ള വഴി റൂട്ട് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള സിഗ്നലാണ്, സൈറനാണ് ഇപ്പൊ രണ്ടാമത് കേട്ടത്. ഇപ്പൊ മൂന്നാമത്തെ ഞാൻ കേൾപ്പിക്കാം. ഇനി നമ്മൾ കേൾക്കുന്നത് ഈ സൈറനാണ്. ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇതിപ്പോ മൂന്നാമത് കേൾപ്പിച്ചത് ഏറ്റവും അപകടമായിട്ട് വരുമ്പോൾ, ഒത്തിരി എമർജൻസി ആയിട്ട് പോകുമ്പോഴാണ് ഈ സൈറൻ അവിടെ ഉപയോഗിക്കുന്നത്. സൈറൻ മുടക്കേണ്ടത്. വലിയ അപകടങ്ങൾ നടക്കുമ്പോൾ ആംബുലൻസ് വീണ്ടും വരേണ്ട സാഹചര്യവും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇത് ഹൈ ആൻഡ് ലോ സൈറൻ ആണ്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗി വണ്ടിയിലുണ്ടെന്ന് ഇതിപ്പോ കേട്ടത് വെച്ചാ ഇതുപോലെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻസ് ആ ആംബുലൻസിൽ ഉണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഈ അങ്ങനെ ആ ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ കേസ് കൊണ്ടുപോകുമ്പോ തന്നെയാണ് ഇതും കേൾപ്പിക്കുന്നത്. മനസ്സിലാക്കണം, വഴി കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. ഈ സൈറൻ പിന്നെ അതുപോലെ തന്നെ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുമ്പോഴേ വീട്ടിലേക്കൊക്കെ ഹോസ്പിറ്റലിൽ മരിച്ചിട്ട് ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകുമ്പോഴും ഈ സൈറൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം സൈറൻ എങ്ങനെ ഉപയോഗിക്കണം, സൈറൻ കേട്ടാൽ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം എന്നതെല്ലാം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നിയമം ദുരുപയോഗം ചെയ്തതിലൂടെ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഞാൻ എന്തോരം നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് അറിയില്ല. യൂട്യൂബിൽ തന്നെ ഉണ്ട് അതിന്റെ പലതരം സൈറൻസുകൾ, അതിന്റെ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുണ്ട്. ജസ്റ്റ് ഒന്ന് വെറുതെ ഫോണൊക്കെ കണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ എന്താ പറയാ, ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് നോക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. പലതരം സൈറനുകളും അത് ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞത് ആംബുലൻസിന് പോകാൻ വഴി നൽകണം വെച്ചാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ട് പോകുമ്പോൾ പോകാനുള്ള വഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ രോഗിയുമായി പോകുമ്പോൾ അതിനങ്ങനെ ഓരോ സൈറനും ഓരോ എന്താ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കേൾക്കാൻ പറ്റിയായിരുന്നോ കുറച്ചെങ്കിലും? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അപ്പൊ അങ്ങനെ ഓഡിയബിൾ വാർണിംഗ് പറഞ്ഞത് മൂന്നെണ്ണം പറഞ്ഞു. ആക്റ്റീവ് പറഞ്ഞു, പാസീവ് പറഞ്ഞു, പിന്നെ അടുത്തത് ഓഡിയബിൾ വാർണിംഗ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ the ambulance ride cost can be paid from several sources, and this will relay the local situation or kind of services being provided by whom and to whom. എന്നുവെച്ചാൽ ആംബുലൻസ് യാത്രാ ചെലവുകള് പല സോഴ്സിൽ നിന്നും അടയ്ക്കാവുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ താഴെ ഇവിടെ 4 പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത് ഈ കോസ്റ്റ് എന്ന് വെച്ചാൽ അത് വ്യത്യാസപ്പെട്ടിരിക്കണം. കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസുകൾ പല രീതിയിലുണ്ട്. അത് ചിലപ്പോ കിലോമീറ്റർ അനുസരിച്ചായിരിക്കും കോസ്റ്റ് പറയുന്നത്. ഇത്ര കിലോമീറ്റർ പോകുമ്പോൾ ഇത്ര റേറ്റ് എന്നുള്ള നിലയിലായിരിക്കും. അപ്പൊ അത് എങ്ങോട്ടാ പോകുന്നത് അതൊക്കെ അനുസരിച്ചിട്ട് കോസ്റ്റ് പറയാം. അപ്പൊ ഈ കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസുകൾ പല രീതിയിലുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന ഒരാള് ഡെഡ് ആയി കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി അയാളുടെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കോസ്റ്റ് ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെ അതിന്റെ സർവീസ് കൈൻഡ് ഓഫ് സർവീസസ് അതിന്റെ ലോക്കൽ സിറ്റുവേഷൻ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല ടൈപ്പ് അവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. പല സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ആംബുലൻസ് റൈഡ് കോസ്റ്റ് വരുന്നത്. അത് വേരി ചെയ്തിരിക്കും. കിലോമീറ്റേഴ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇത്ര കിലോമീറ്റർ പോകുമ്പോൾ അവർക്ക് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. എന്തായാലും കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസിനെ നമുക്ക് ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ധനസഹായത്തോടു കൂടിയുള്ള ഒരു സേവനം.
ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, സർക്കാർ ധനസഹായത്തോടു കൂടെയുള്ള ഒരു സേവനത്തിനാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ദ ഫുൾ ഓർ ദ മജോറിറ്റി പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് ഈസ് ഡോൺ ബൈ ദ ലോക്കൽ, റീജിയണൽ ഓർ നാഷണൽ ഗവൺമെന്റ് ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ. ടാക്സേഷൻ ഉൾപ്പെടെ അവരുടെ സാധാരണ നികുതിയിലൂടെ തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നോക്കിയാൽ ഗവൺമെന്റ് ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ഇതൊക്കെ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ഫണ്ടഡ്സിൽ വരുന്നതാണ്. അപ്പൊ ഇപ്പൊ ഒരു നമ്മൾ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയിലാണെങ്കിലോ നമ്മളിപ്പോ അവിടെയുള്ള ഒരാൾ ഡെത്തായി കഴിഞ്ഞാൽ, ഈ പഞ്ചായത്തിലാണെങ്കിലോ ഈ കോർപ്പറേഷനിലൊക്കെയാണ്, ഇപ്പൊ പഞ്ചായത്തിലാണെങ്കിലും നമ്മൾ പഞ്ചായത്തിൽ അവിടെ മെമ്പറിനെ നമ്മൾ അറിയിക്കും അല്ലെ, അല്ലെങ്കിൽ കോർപ്പറേഷനിലാണെങ്കിൽ മേയർ അവരെ അറിയിക്കും. ഇപ്പൊ മുനിസിപ്പാലിറ്റിയില് കൗൺസിലർമാര് അവരെ അറിയിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, അവർക്കിടെ ഈ വാർഡ് മെമ്പറൊക്കെ, അല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ വാർഡ് മെമ്പർ വിളിച്ചു പറയുമ്പോൾ അവിടെ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഏത് ഈ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ ഗവൺമെന്റ് ഫണ്ടഡിൽ വരുന്നതാണ്. അപ്പൊ അവിടെയുള്ള ഒരാള് ഇപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പഞ്ചായത്തിലാണ് ഒരാൾ മരിച്ചെങ്കിൽ നമ്മൾ അവിടെ പഞ്ചായത്ത് മെമ്പറോട് പറയുമ്പോൾ ആ പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറയുമ്പോൾ അവിടെ നിന്ന് ഒരു ആംബുലൻസ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതെങ്ങനെയാന്ന് പറഞ്ഞേക്കണേ, ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ. അവിടെ എങ്ങനെയാണ്, സാധാരണ നികുതിയിലൂടെ തന്നെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. പ്രൈവറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ എങ്ങനെയാണ്, കോസ്റ്റ് കുറച്ചും കൂടി കുറവായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്കൻഡ് വൺ ആണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ് ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. അവരുടെ ഈ ചെലവെന്ന് പറയുന്നത്, ഈ ആംബുലൻസ് സർവീസിന്റെ ചെലവെന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് പാർട്ടിയാണ്, അവരുടെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കമ്പനി വഴിയാകാം. അതെന്ന് വെച്ചാൽ പ്രൈവറ്റ് ആണ്. അപ്പൊ അവര് പറയുന്ന ഒരു കോസ്റ്റ് എന്നുള്ള നിലയിലാണ് സർവീസിന് പൈസ ഈടാക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും. ഒരു പ്രൈവറ്റ് പാർട്ടീസ് ആണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പൈസ കൂടുതലായിരിക്കും, അതിനൊരു പേയ്മെന്റ് ഉണ്ടാക്കും. അത് എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് അതിനെ വെച്ച് നോക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പൊ പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു പേയ്മെന്റ് അവിടെ ഉണ്ടായിരിക്കും, അത് ചിലപ്പോ കൂടുതലായിട്ടായിരിക്കും. ഇൻഷുറൻസ് കമ്പനിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ ഫണ്ട് അവര് അത് അഫോർഡ് ചെയ്തോളും. ഓക്കെ, പ്രൈവറ്റ് ഫണ്ടഡ്. പിന്നെ അടുത്താണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ചാരിറ്റി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് ബൈ എ ചാരിറ്റി. ഇപ്പൊ നമ്മളൊരു ചാരിറ്റി ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ അവര് ഈ ചാരിറ്റി ആണ് നൽകുന്നത്, അത് ഫ്രീ ആയിട്ടാണ് തരുന്നത്. അതിന് വേറെ പൈസ ഒന്നും മേടിക്കുന്നില്ല. അവര് സർവീസ് പ്രൊവൈഡ് ചെയ്തതിന് വേറെ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ പൈസ ഒന്നും മേടിക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓൾദോ കോൺട്രിബ്യൂഷൻ മേ ബി സോട്ട് ഫോർ സർവീസസ് റിസീവ്ഡ്. അവരാ ചെയ്യുന്ന സർവീസിന് എന്തെങ്കിലും സേവനങ്ങളോ കോൺട്രിബ്യൂഷൻസ് അവര് സ്വീകരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് മരിച്ചു, അപ്പൊ നമ്മളത് ചാരിറ്റിയിൽ അവിടെ വിളിച്ചു പറയുകയാണെങ്കിൽ അവിടെ നിന്ന് അവര് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിന് വേറെ പൈസയൊന്നും നമ്മൾ കൊടുക്കണ്ട. പക്ഷെ ആ ചാരിറ്റിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പൊ അതാണ് ആ പേഷ്യന്റ് ഉപയോഗിച്ച വീൽ ചെയർ, അതിപ്പോ വേറെ ഏതെങ്കിലും പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ചാരിറ്റിയിലേക്ക് നമുക്കൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എയർ ബെഡുകള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് സർവീസ് ഈ ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേറെ പൈസ ഒന്നും ഈടാക്കുന്നത്, ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ്. അവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് സേവനം നടത്തുന്നുള്ള രീതിയാണ്. അപ്പൊ ഫ്രീ ആയിട്ട് അവർ തരും, പക്ഷെ നമുക്ക് എന്തെങ്കിലും അവർക്ക് ആ ചാരിറ്റിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരത് സ്വീകരിക്കുകയും ചെയ്യും, റിസീവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ,
അത്രേ ഉള്ളൂ അതിനകത്ത് ചാരിറ്റി ഫണ്ടഡ് സർവീസിൽ വരുന്നത്. പിന്നെ അടുത്താണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു പേഷ്യന്റ് കുറച്ച് നാള് ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മരിക്കുകയാണെങ്കിൽ അപ്പൊ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ആ ചാർജ് എന്താണ്, ഹോസ്പിറ്റലിൽ തന്നെ ആ ട്രാൻസ്പോർട്ടും എന്താ പറയാ ആ ചാർജ് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. എന്താ പറഞ്ഞു, പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. പൈസ ഒന്നും ഇല്ലാതെ, ആംബുലൻസിന് വേറെ ചാർജ് ഒന്നും ഈടാക്കാതെ ആ ഹോസ്പിറ്റലുകാർ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇവിടെ നോക്കിയ കണ്ടീഷൻ, ഓൺ ദ കണ്ടീഷൻ ദാറ്റ് പേഷ്യൻസ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസ്. എന്താ കണ്ടീഷൻ? അതായത് അത്രയും നാള് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലെ സർവീസുകളൊക്കെ സ്വീകരിച്ചല്ലോ, കുറെ ഹോസ്പിറ്റലിന് കുറെ പൈസ കിട്ടി കാണുമല്ലോ, ആ ഒരു എന്താ പേഷ്യന്റ് അത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടല്ലേ മരിക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ, അതൊരു ഇതുപോലെ അവർക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് പോലെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലുകാര് അത് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അത്രയും നാള് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്നു, അപ്പൊ അവർക്ക് എന്താ പറയാ അതിന് കുറെ ഒരു പൈസ പേഷ്യന്റിൽ നിന്ന് കിട്ടി കാണുമല്ലോ. അപ്പൊ അതിന് ആ പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് പോലെ അവര് ഫ്രീ ആയിട്ട് ആ മരിച്ച ആളെ വീട്ടിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസ് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ചാരിറ്റി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലാവണല്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പൊ ഓരോന്നിന്റെ ചാർജസും നമുക്ക് മനസ്സിലായി. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനൊക്കെ ഗവൺമെന്റ് ഫണ്ടഡിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ അത് വെച്ചാൽ അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെമ്പർ ആണെങ്കിൽ മെമ്പറിനെ, കൗൺസിലർ ആണെങ്കിൽ കൗൺസിലറെ നമ്മൾ അറിയിക്കുമ്പോൾ അയാള് മുഖ്യാന്തരം അയാൾ വിളിച്ചു പറയുമ്പോൾ അവിടുന്ന് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിന് ചാർജ് കുറവായിരിക്കും. ഓക്കെ, പ്രൈവറ്റ്ലി ഫണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഫണ്ടഡിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചാർജ് കൂടുതലായിരിക്കും. ഒരു പ്രൈവറ്റ് പാർട്ടീസ് ആണ് അത് കൊടുക്കുന്നത്. കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെംസ്. അവരാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ചാർജ് അവരത് മുതലാവുന്ന രീതിയിലുള്ള ചാർജ് അവരത് ഈടാക്കും. ചാരിറ്റി ഫണ്ടഡ് സർവീസിലാണെങ്കിലോ ചാരിറ്റിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ആരെങ്കിലും മരിച്ച ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പൊ ശ്മശാനത്തിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ചാരിറ്റി അവർ ഫ്രീ ആയിട്ട് തന്നെ അത് കൊണ്ടുപോകണം. പക്ഷെ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചാരിറ്റിക്ക് കോൺട്രിബ്യൂഷൻ പോലെ നമുക്ക് കൊടുക്കാം. അപ്പൊ അവര് ഇത് സർവീസ് നമുക്ക് തരുന്ന സർവീസ് ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ട് തരും. അപ്പൊ അവർക്കൊരു ബെനിഫിറ്റ് ആവുമല്ലോ. അപ്പൊ നമ്മള് പേഷ്യന്റ് ഉപയോഗിച്ച എയർ ബെഡോ വാട്ടർ ബെഡോ വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും വെന്റിലേറ്റർ ഓക്സിജൻ സിലിണ്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേറൊരു പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ ആ ചാരിറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷൻ പോലെ നൽകാം. അപ്പൊ അവര് വന്ന് സർവീസ് ചെയ്ത് തന്നാലും എന്താ ഫ്രീ ആയിട്ട് തന്നാലും നമ്മൾക്ക് അതൊരു കോൺട്രിബ്യൂഷൻ പോലെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കൊടുക്കാം. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസിൽ എങ്ങനെയാണ്? അത് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് തരുന്നതാണ്, ഫ്രീ ഓഫ് ചാർജ്. വേറെ പൈസ ഒന്നും മേടിക്കില്ല ഹോസ്പിറ്റലുകാര്. എന്തുകൊണ്ടാ? ആ പേഷ്യന്റ് അത്രയും നാളെ ഹോസ്പിറ്റലിൽ കിടന്നല്ലേ. അപ്പൊ ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ എന്താ ഹോസ്പിറ്റലിന് കുറെ ഒരു ഫണ്ട് കിട്ടി കാണുമല്ലോ. അപ്പൊ അതിന് ആ പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് പോലെ ആ പേഷ്യന്റിന്റെ ബോഡി മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയൊക്കെ എന്താ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത്.
റീഡ് ചെയ്ത് കഴിഞ്ഞോ? Yes, teacher. ഓക്കെ. ഇനി ഇപ്പൊ നമുക്കൊരു ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ നമ്മൾ ഏത് നമ്പറിലേക്കാ വിളിക്കുന്നേ? ഏതാ നമ്പർ ഏതാ? 108. ആ? 108. 108 അല്ലെ? 108 108 എന്ന നമ്പറിലേക്ക് നമ്മൾ ഒരു ആംബുലൻസ് സർവീസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. 108 എമർജൻസി സർവീസ്, ഹൗ ഇറ്റ് വർക്ക്. നമ്മളൊരു ആംബുലൻസ് സർവീസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിളിക്കുന്ന നമ്പറാണ് 108 എന്ന് പറയുന്നത്. 108 എന്ന നമ്പറിലേക്കാണ് നമ്മൾ ആ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് എമർജൻസി ഇപ്പൊ ഇവിടെ നോക്കിയേ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ കോളർ കളക്ട്. When an emergency is intimated through 108, the caller collects the need basic information and sends appropriate services. Primary information code includes. നമ്മളിപ്പോ ഒരു ആംബുലൻസ് സർവീസ് വേണം. എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ ഞാൻ 108ലേക്ക് വിളിക്കുന്നു. അപ്പൊ ഞാനാണ് വിളിക്കുന്ന കോളർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു ബേസിക് പ്രൈമറി ഇൻഫർമേഷൻ അവിടെ കൊടുക്കണം. വെറുതെ ഇന്ന സ്ഥലത്ത് വരാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പോ നമ്മളെ കോളർ കളക്ട് ചെയ്യേണ്ട ബേസിക് പ്രൈമറി ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് തന്നേക്കണം നോക്കിയേ, വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം. where the call is placed from. എവിടെ നിന്നാണ് വിളിക്കേണ്ടത്? അപ്പൊ ഞാൻ വിളിക്കുവാണെങ്കിൽ കറക്റ്റ് സ്പോട്ട് പറയണം. അവിടെ എമർജൻസി ആയിട്ട് ആംബുലൻസിന് എത്തണ്ടേ. അപ്പൊ അതുകൊണ്ട് ഡിസ്ട്രിക്ട് പറയണം. ഏത് ഡിസ്ട്രിക്ട് ആണ്, ഏത് താലൂക്കാണ്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക് സഹിതം നമുക്ക് എവിടേക്കാണോ ആംബുലൻസ് സർവീസ് വേണ്ടത്, എവിടേക്കാണോ ആംബുലൻസ് വരേണ്ടത്, ആ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അത് കോളർ ചെയ്യേണ്ട കാര്യമാണ്. വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് നോക്കിയേ, എമർജൻസി ടൈപ്പ്. രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് എന്ത് എമർജൻസി ആണ്, അതിന്റെ എമർജൻസി ടൈപ്പ് എന്ത് എമർജൻസി ആണ്, അപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം അറിയിക്കണം. എന്നാലാണ് അതനുസരിച്ചുള്ള ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വെറുതെ വിളിച്ചിട്ട് ആംബുലൻസ് വേണമെന്ന് പറയല്ല ചെയ്യേണ്ടത്. എന്തിപ്പോ വെന്റിലേറ്റർ സഹിതം ഉള്ള എമർജൻസി ആംബുലൻസ് തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയണം. അപ്പൊ അതുകൊണ്ട് എമർജൻസി ടൈപ്പ് എന്ത് എമർജൻസി ആണ്, അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ അടുത്താണ് നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറീഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറീഡ്. അവിടെ എത്ര പേർക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്നുള്ള ഇത് നമ്മൾ പറയണം. എത്ര ആളുകൾക്ക്, നമ്പർ ഓഫ് പീപ്പിൾ എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് ഇഞ്ചുറീഡ് അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ആംബുലൻസിന്റെ പല ഇത് പറഞ്ഞപ്പോ ആംബുലൻസ് ബസ് പറഞ്ഞായിരുന്നു, ഓർക്കണ്ടോ? ഫങ്ഷണൽ ടൈപ്പ് പല ടൈപ്പ് ആംബുലൻസ് പറഞ്ഞപ്പോ ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞു. ഒരു ഹ്യൂജ് ആംബുലൻസ് ആണ്, ബസ് പോലെ വലിയ ആംബുലൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു, ഇപ്പൊ ബസ്സൊക്കെ പെട്ടെന്ന് മറിഞ്ഞു. അപ്പൊ അതിനകത്ത് കുറെ ആളുകൾക്ക് ഒരുമിച്ച് എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആംബുലൻസ് ബസ് ഉപയോഗിക്കുന്നത്, ഹ്യൂജ് ആംബുലൻസ്. അപ്പൊ പെട്ടെന്ന് തന്നെ കുറെ ആളുകൾക്ക് അപകടം പറ്റിയതാണോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുപോകാനാണോ, അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ഇഞ്ചുറി എന്തോരം ഉണ്ട്, എന്തോരം ആളുകൾക്ക് വേണ്ടിയാണ് ആ സർവീസ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറീഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ഇഞ്ചുറീഡ്. എത്ര ആളുകൾക്കാണ് ഇഞ്ചുറി സംഭവിച്ചത് അല്ലെങ്കിൽ എത്ര ആളുകളെ കൊണ്ടുപോകണം, അതിന്റെ ഇഞ്ചുറിയുടെ സ്റ്റേറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളും പറയണം. അതനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് ആംബുലൻസ് വന്നേന്നൊക്കെ തീരുമാനിക്കുന്നത്. ആംബുലൻസ് ബസ് വേണോ അതോ സാധാരണ ആംബുലൻസ് മതിയോ എന്നുള്ളതൊക്കെ നോക്കണത്. ഓക്കെ. പിന്നെ അടുത്തത് ദ കോളേഴ്സ് നെയിം ആൻഡ് ദ കോണ്ടാക്ട് നമ്പർ ഫോർ ലൊക്കേഷൻ ഗൈഡ്ലൈൻസ് ഇഫ് നീഡഡ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വിളിച്ചു, അപ്പൊ ഞാൻ വിളിക്കുന്നെങ്കിൽ എന്റെ പേര് പറയണം, പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ. ഇപ്പൊ നമ്മൾ ടെലിഫോൺ എന്താ പറയാ മൊബൈൽ ഫോണൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് നമുക്കിപ്പോ കോളിൽ നിന്ന് തന്നെ തിരിച്ച് അയാൾക്ക് ആംബുലൻസ് ഡ്രൈവറിനെ നമുക്കൊന്ന് കണക്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ തിരിച്ച് കോൾ ചെയ്യണമെങ്കിൽ നേരെ ഫോണിൽ നിന്ന് തന്നെ ആ നമ്പർ എടുക്കാം.
അല്ലെങ്കിൽ നമ്മളിപ്പോ ലാൻഡ് ഫോൺ ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കോണ്ടാക്ട് നമ്പർ ഇപ്പൊ എല്ലാവർക്കും മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾ കോളറിന്റെ പേര് പറയണം. ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വരുന്ന സമയത്ത് അയാൾക്ക് എന്തെങ്കിലും നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടെ ക്ലിയർ ആക്കണോ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒന്ന് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോണ്ടാക്ട് നമ്പറും പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അത്രയും പ്രൈമറി ഇൻഫർമേഷൻ നമ്മൾ കോളർ കളക്ട് ചെയ്യേണ്ടതാണ്, കോളർ കൊടുക്കണം. ആ ഡ്രൈവറിനെ നമ്മളൊരു 108ലേക്ക് വിളിച്ച് ആംബുലൻസ് സർവീസ് ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ പറയണം? വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് കോള് വിളിക്കുന്നതെന്ന് പറയണം. എമർജൻസി ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണെന്നുള്ളത് പറയണം. പിന്നെ നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറീഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറീഡ്, എത്ര ആളുകൾക്ക് അവിടെ ഇഞ്ചുറി സംഭവിച്ചു, ആ ഇഞ്ചുറിയുടെ അതിന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് പറയണം. പിന്നെ കോളേഴ്സ് നെയിം ആൻഡ് കോണ്ടാക്ട് നമ്പർ ഫോർ ലൊക്കേഷൻ ഗൈഡ്, ആ ലൊക്കേഷൻ ഒന്ന് ആ ഡ്രൈവർക്ക് ഒന്ന് ഗൈഡ് ചെയ്യാനോ നമ്മൾ എന്തെങ്കിലും ഇതിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആരെ വിളിച്ചതിനും കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ആ ഡ്രൈവറിന് കോണ്ടാക്ട് ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് അതും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നോക്കിയേ, എമർജൻസി ഹെൽപ്പ് സെൻഡ് ത്രൂ ദിസ് പ്രോസസ് ഈസ് എക്സ്പെക്റ്റഡ് to reach the site of the emergency in an average of 18 minutes. Free hospital cares will be given to patients who are transported to the nearest hospital. The service generally free to patients. ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ, നമുക്കപ്പോ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ എത്രയാ ഒരുപാട് ടൈം എടുത്തിപ്പോ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കായിരിക്കും പെട്ടെന്ന് എമർജൻസി വരുമ്പോൾ ആ ഒരു ഇതിലേക്കായിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നത്. ഒരു 18 മിനിറ്റിനുള്ളിൽ ഈ ഒരു സൈറ്റിലേക്ക്, ഈ എത്തിപ്പെടേണ്ട ആ ഒരു സൈറ്റിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഹെൽപ്പുള്ള ഒരു ഹെൽപ്പായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ അടുത്തുള്ള ഇതായിരിക്കും നമ്മൾ വിളിക്കേണ്ടത്. എമർജൻസി ഹെൽപ്പ് സെൻഡ് ത്രൂ ദിസ് പ്രോസസ് ഇസ് എക്സ്പെക്റ്റഡ് ടു റീച്ച് ദ സൈറ്റ് ഓഫ് ദ എമർജൻസി ഇൻ ആൻ ആവറേജ് ഓഫ് 18 മിനിറ്റ്സ്. ആവറേജ് ഒരു 10-20 മിനിറ്റ് 18 മിനിറ്റ് കൊണ്ടൊക്കെ എത്തുന്ന രീതിയിൽ അത്ര അടുത്തുള്ള ഇതാ. നമ്മളിപ്പോ ഇവിടെ ഒരു സംഭവം നടന്ന വേറെ ഒരുപാട് ദൂരേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, തൊട്ട് നമ്മുടെ നിയർ ബൈ അവിടെ അടുത്തുള്ള ഇതിൽ നിന്ന് നമുക്ക് വിളിച്ചാൽ മതിയാവും. ദ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു പേഷ്യന്റ് who are transported to the nearest. എന്നാലാണ് നമുക്ക് ആ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ, ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആംബുലൻസ് സർവീസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ വിളിക്കണം, അവര് തന്നെ കോണ്ടാക്ട് ചെയ്യണം. ഒരുപാട് ദൂരേന്ന് ആംബുലൻസ് വന്ന് പിന്നെ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൈം അവിടെ പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ആവറേജ് പറഞ്ഞേക്കുന്ന ഒരു 10-18 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വേഗം എത്തിക്കാൻ പറ്റുന്ന, ഏറ്റവും അടുത്തുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ. അയാളുടെ ലൈഫ് ജീവന് തന്നെ അതായിരിക്കും നല്ലത്. നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആംബുലൻസ് സർവീസ് വിളിക്കുക, നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ പെട്ടെന്ന് എത്തിക്കുക. അതാണ് ദ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു പേഷ്യന്റ് ഹു ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. ദ സർവീസ് ജനറലി ഫ്രീ ടു പേഷ്യൻസ്. പേഷ്യൻസിന് സർവീസ് എങ്ങനെയായിരിക്കും? ഫ്രീ തന്നെയായിരിക്കും. ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ കൊടുക്കാനുള്ള, പിന്നെ ആ ഹോസ്പിറ്റലിൽ അതാ നമ്മൾ പറഞ്ഞത്, നമ്മൾ ആ ഇത് പറയുമ്പോൾ നമ്മൾ ഏത് എമർജൻസി ടൈപ്പ് പറയും, ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ കൊടുക്കാനുള്ള ആ ഫെസിലിറ്റിയും കൂടി ഉണ്ടായിരിക്കണം. എത്തുന്നത് വരെ കൊടുക്കാനുള്ള ആ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ വെന്റിലേറ്ററിലോട് കൂടി അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് എമർജൻസി ടൈപ്പ് വിളിച്ച് പറഞ്ഞാലാണ് വെന്റിലേറ്റർ ഉള്ള ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ടൈപ്പ് പറയുന്നത്. ഇപ്പൊ നോർമലിൽ ഒരാൾക്ക് കൊണ്ടുപോകണമെങ്കിൽ അത്രയും മതി. ഒരു നെഞ്ചുവേദനയായിട്ട് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അതേ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സർവീസ്, അതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട് ഓരോ ടൈപ്പ് വെച്ച് നോക്കുമ്പോൾ. അപ്പോ അന്നേരം പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള 10-18 മിനിറ്റ് കൊണ്ട് ആവറേജ് എത്തുന്ന രീതിയിലുള്ള സർവീസ് വേണം നമ്മൾ വിളിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ഈ സർവീസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, പേഷ്യൻസിന് ഫ്രീ ആണ്. 108 is generally by the EMRI. അവിടെ നോക്കുക, EMRIയുടെ എക്സ്പാൻഡഡ് ഫോം എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് EMRI എന്ന് പറയുന്നത്. EMRI.
ഇപ്പൊ എന്ന് പറഞ്ഞാൽ അക്രോസ് മോർ ദാൻ 10 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് കൂടുതൽ സ്റ്റേറ്റ്സിലും എന്താണ് 108 ആണ് ഈ എമർജൻസി നമ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. 108ലേക്കാണ് ആംബുലൻസ് സർവീസ്, എമർജൻസി സർവീസിന് ആംബുലൻസിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 108 ആണ്. ഓക്കെ. ഡ്യൂറിങ് ആൻ എമർജൻസി സിറ്റുവേഷൻ ടു നോ what to do might save someone's life. അപ്പൊ നോക്കിയേ, നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ അയാളുടെ ഒരു ലൈഫ് നമ്മുടെ കയ്യിലാണ് ശരിക്കും. ആ വിളിക്കുന്ന ഒരാളുടെ കയ്യിലാണ് അയാളുടെ ലൈഫ് ഇരിക്കുന്നത്. ടു നോ വാട്ട് ടു ഡു, നമ്മൾ എന്താണ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അയാളുടെ ലൈഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ പറയാൻ കാര്യം? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പറിച്ച് ഒരു ആംബുലൻസ് വേണമെന്ന് മാത്രം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഒരു സർവീസ് വേണമെന്ന് മാത്രം പറയരുത്. ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകണമെങ്കിൽ ആ ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആംബുലൻസിലേക്ക് കോൾ ചെയ്യുന്ന ആള് എന്താ പറയാ, ആ ഫെസിലിറ്റി കാര്യങ്ങളുള്ള വേണമെങ്കിൽ അതനുസരിച്ചുള്ളത് വേണം. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഇരിക്കും അവിടെ നിന്ന് കിട്ടുന്ന സർവീസ്. അപ്പൊ അതുകൊണ്ടാണ് ടു നോ വാട്ട് ടു ഡു, നമ്മൾ എന്താണ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അയാളുടെ ലൈഫ്. Here are few tips. ഇവിടെ കുറച്ച് ടിപ്സ് ആ പറഞ്ഞേക്കുന്നത്. On what you should tell the emergency dispatcher while calling for an ambulance. ഇവിടെ നമ്മൾക്ക് കുറച്ച് ടിപ്സുകളാണ്. നമ്മൾ ആംബുലൻസ് സർവീസിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് നോക്കിയേ, ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? Be calm and tell the emergency operator the details of the type of emergency. നമ്മൾ വളരെ കാം ആയിരിക്കണം. നമ്മൾ പാനിക് ആവരുത്, പെട്ടെന്ന് പേടിച്ച് അങ്ങനെയൊന്നും ആവരുത്. വളരെ കാം ആയിരിക്കുക. ആൻഡ് ടെൽ ദ എമർജൻസി ഓപ്പറേറ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ടൈപ്പ് ഓഫ് ദ എമർജൻസി. എമർജൻസിയുടെ ഡീറ്റെയിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പേടിച്ച് വിറച്ചിങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാതിരിക്കരുത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആള് വളരെ കാമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം. ഓക്കെ. ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണ് നമുക്ക് വേണ്ടത്? ഇപ്പൊ വെന്റിലേറ്റർ ഉള്ളത് വേണോ, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ള കാര്യം വളരെ കറക്റ്റ് ആയിട്ട് പറയണം. സെക്കൻഡ് പോയിന്റ്, you will be demanded to tell him or her the addresses to where the ambulance should reach. That include പോസ്റ്റൽ കോഡ്. ഇവിടെ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള കറക്റ്റ് അഡ്രസ് കൊടുക്കണം. ഇപ്പൊ നമ്മളിപ്പോ സർവീസ് ആവശ്യപ്പെട്ട് നമ്മൾ വെറുതെ സ്ഥലം മാത്രം പറഞ്ഞാൽ അവിടെ അയാൾ വന്നിട്ട് എന്താ ഡ്രൈവർ വന്ന് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട വരും. ചിലപ്പോ കറക്റ്റ് അഡ്രസ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ, കറക്റ്റ് ആയിട്ട് എവിടെയാണ് എത്തേണ്ടതെന്നുള്ള കറക്റ്റ് അഡ്രസ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദാറ്റ് ഇൻക്ലൂഡ് ദ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ എന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എറണാകുളം എന്ന് മാത്രം പറഞ്ഞ എറണാകുളത്ത് എവിടെയാന്നാ പറയുന്നേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അഡ്രസ്സ് എവിടെയാണോ നമുക്ക് ആ സർവീസ് വേണ്ടത്, അപ്പൊ ആംബുലൻസ് സർവീസ് ലഭിക്കേണ്ടത് അവിടുത്തെ കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. ദാറ്റ് ഇൻക്ലൂഡ് ദ പോസ്റ്റൽ കോഡ്. പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ പറയണം. പിന്നെ അടുത്തത് തേർഡ് പോയിന്റ്, യുവർ ഫോൺ നമ്പർ മേ ഓൾസോ എൻക്വയർഡ് ഫോർ ഇൻ ദ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട് യു ഫോർ ഡയറക്ഷൻ. അപ്പൊ അത് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇപ്പൊ ഈ ഡ്രൈവറിന് നമ്മളെ ഒന്ന് എന്തെങ്കിലും കൊണ്ട് വിളിക്കണമെങ്കിൽ, കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, ഡയറക്ഷൻ ഒക്കെ ചോദിച്ചുകൊണ്ട് വഴിയോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ ഡോക്ടറിന് ആ ഒരു ഡ്രൈവറിന് തിരിച്ച് ആ വിളിച്ച കോളറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ നമ്പർ വേണം, ഫോൺ നമ്പർ വേണം. അപ്പൊ അതുകൊണ്ട് ആ ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. Your phone number may also be enquired for in cases the operator wants to contact you for direction. Okay, ഡയറക്ഷൻ വേണ്ടിയിട്ട് തിരിച്ച് ആ ഡ്രൈവറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കണം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, he or she will also needed the patient's age, sex and any medical history you might recollect. പേഷ്യന്റിന്റെ ഏജ്, എത്ര വയസ്സുള്ള ആളാണ്,
അതിന്റെ സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി, അതൊക്കെ നമുക്ക് എന്തായിരുന്നു എന്നുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അതുകൂടി പറഞ്ഞു കൊടുക്കണം, അതും പറയണം. ഓക്കെ. Next, fifth point, the operator will also need to know if the person's bleeding, if he or she is conscious, has chest pain and is breathing. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ അതിനകത്ത് വന്നെന്തൊക്കെ പേഴ്സൺസ് ബ്ലീഡിങ് ഉണ്ടോ, അപ്പോ ഒത്തിരി എന്താ ആക്സിഡന്റ് ഒക്കെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടോ, പിന്നെ കോൺഷ്യസ് ആണോ, എന്താ നല്ല ബോധം ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് പെയിന്, അതുപോലെ തന്നെ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിലൊക്കെയാണ്, ബ്രീത്തിങ്ങിന് പ്രശ്നമുണ്ട്, നെഞ്ചുവേദന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി പറഞ്ഞു കൊടുക്കണം. ചെസ്റ്റ് പെയിന്, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പൊ അങ്ങനെ വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് അതും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ബ്ലീഡിങ് ഉണ്ടോ, കോൺഷ്യസ് ആണോ, ബോധാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ പറയണം. നെക്സ്റ്റ്, ലാസ്റ്റ് പോയിന്റ് 6, you will also be demanded to make clear the type of injury or emergency and what caused the incidents. അടുത്ത് നോക്കിയേ, ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ടൈപ്പ് ഓഫ് ഇഞ്ചുറി, യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ്, ക്ലിയർ ആയിട്ട് പറയണം ടൈപ്പ് ഓഫ് ഇഞ്ചുറി, ഏത് തരത്തിലുള്ള ഇഞ്ചുറി ആണ് അല്ലെങ്കിൽ എമർജൻസി ആണ്, ആൻഡ് വാട്ട് കോസ്റ്റ് ദ ഇൻസിഡന്റ്, ആ സംഭവത്തിന് അതിന് കാരണമായിട്ടുള്ള സംഭവം എന്താണ്, അതെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത്രയും എന്ന് പറയുന്നത് ഫ്യൂ ടിപ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നെസസറി ടിപ്സ്, ഫ്യൂ ടിപ്സ് ഓൺ വാട്ട് യു ഷുഡ് ടെൽ ദ എമർജൻസി ഡിസ്പാച്ചർ വൈൽ കോളിംഗ് ഫോർ ആൻ ആംബുലൻസ്. നമ്മൾ ഒരാളെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളൊരു കോൾ ചെയ്യുമ്പോൾ, ആംബുലൻസ് സർവീസിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞേക്കണം. 6 പോയിന്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. അയച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ആംബുലൻസിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ആംബുലൻസ് സർവീസ് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആള് എന്തൊക്കെ ടിപ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ 6 പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേ? എങ്ങനെയായിരിക്കണം? ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇത് വായിക്കണമെന്നില്ല. നമ്മൾ വളരെ കാമായിരിക്കണം, പാനിക് ആവരുത്, അല്ലെ? അപ്പൊ നമ്മള് ഏത് ഡീറ്റെയിൽസ് ആ എമർജൻസി ടൈപ്പ് എന്താണെന്നുള്ളത് പറയണം. വളരെ ശാന്തമായിട്ട് തന്നെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഓഫ് ദ ടൈപ്പ് ഓഫ് എമർജൻസി ഏതാണ്, ടൈപ്പ് ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണെന്നുള്ളത് കാര്യം പറയണം. ഇനി സെക്കൻഡ് പോയിന്റിലോ, പോസ്റ്റൽ കോഡ് അഡ്രസ്സും പിന്നെ എവിടെ എത്തിച്ചേരേണ്ടതെന്ന് പറയും. പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ്സ്, നമ്മൾ അവിടെ എത്തിച്ചേരേണ്ട ആ സ്ഥലത്തെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം.
പിന്നെ തേർഡ് വൺ എന്താ പറഞ്ഞേ? തേർഡ് വണ്ണിൽ എന്താ പറഞ്ഞേക്കുന്നേ? ഫോൺ നമ്പർ. ഫോൺ നമ്പർ അല്ലെ. തിരിച്ച് ആ ഡ്രൈവറിന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ, ഡയറക്ഷൻ സ്ഥലമൊക്കെ ഒന്നോടെ ഒന്ന് ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിളിച്ച ആക്കടെ ആ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കണം. ഫോൺ നമ്പർ ആവശ്യമാണ്. പിന്നെ അതിന്റെ ആവശ്യമില്ല, ഫോണില് മൊബൈൽ ഫോണിലെ നമ്പേഴ്സ് കിട്ടുമല്ലോ, അതുകൊണ്ട് ആ നമ്പേഴ്സ് പറഞ്ഞു കൊടുക്കണം. പിന്നെ പേഷ്യന്റിന്റെ ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു കൊടുക്കണം. എല്ലാം പറഞ്ഞു കൊടുക്കണം. ഏജ് എത്ര വയസ്സായ ആളാണ്, സെക്സ് ഏതാണ്, മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ അഞ്ചാമത്തെ പേഷ്യന്റ് ബ്ലീഡിംഗ് ആണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, അതന്നെ കോൺഷ്യസ് ആണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാലാണ് അതനുസരിച്ചുള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. ഇനി ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേ? എന്ത് ടൈപ്പ് ഇഞ്ചുറി ആണ്, എന്ത് ടൈപ്പ് ഇഞ്ചുറി ആണ് അല്ലെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള എമർജൻസി ആണ്, അതിന് കാരണമായിട്ടുള്ള സംഭവം എന്താണ് എന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കിയേ, ക്രൂയിങ്. CREWING. ക്രൂ എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞേ? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ക്രൂ. CREW, ക്രൂ. മീനിങ് എന്താ ക്രൂവിന്റെ? മെമ്പേഴ്സ്. മെമ്പേഴ്സ്, സ്റ്റാഫിനെയാണ് ക്രൂ. ജോലിക്കാര്, ആംബുലൻസിലെ ജോലിക്കാര്, ഡ്രൈവർ ഉൾപ്പെടെയുള്ള ജോലിക്കാരെയാണ് ക്രൂ എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, ക്രൂയിങ്. ഈ ക്രൂയിങ് എന്ന് പറഞ്ഞ ആംബുലൻസിലുള്ള സ്റ്റാഫിനെയാണ് ക്രൂയിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. There are different levels of qualification that the ambulance crew may hold, from holding the formal qualification to have a fully qualified doctor on board. നമ്മള് എന്താ പറയാ, നമ്മള് ഈ ആംബുലൻസിലെ സ്റ്റാഫുകള് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് ആംബുലൻസ് പറഞ്ഞില്ലേ, ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി ഒക്കെ പറഞ്ഞു. അപ്പൊ അതിനകത്തുള്ള ആ ഡ്രൈവർമാരില്ലേ ആംബുലൻസിൽ, ഓരോ ടൈപ്പ് എയിലുള്ള ഡ്രൈവർ, ബിയിലുള്ളത്, അപ്പൊ ആ ഡ്രൈവേഴ്സ് വ്യത്യാസമായിരിക്കും, അവർക്കുടെ ക്വാളിഫിക്കേഷൻ വ്യത്യാസം ഉള്ളവരായിരിക്കും ഓരോ ഫെസിലിറ്റിനനുസരിച്ച്. അപ്പൊ നമ്മള് അതിന്റെ പല ഇതായിട്ട് പറഞ്ഞേക്കുന്നുണ്ട് ആംബുലൻസ് ഡ്രൈവേഴ്സ്, ആ ജോലിക്കാരെ കുറിച്ച് അവിടെ പറയുന്നത് കേട്ടോ. അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചാണ് അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഫെസിലിറ്റി കൂടിയ ആംബുലൻസ് ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നും അതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം അതിലെ ഡ്രൈവർ. ഒന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന ആ ഒരു ആംബുലൻസ് സർവീസ്, ആംബുലൻസ് ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോൾട്ട്, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണം അത് ഡ്രൈവർ ആയിരിക്കാനായിട്ട്. എങ്കിലാണ് ആ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് എന്താ പറയാ ഒരു ഇതുണ്ടെങ്കിൽ അതൊന്ന് കൈകാര്യം ചെയ്യാൻ രീതിയിൽ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിഫൈഡ് ഉള്ള ആളായിരിക്കും. എന്നാൽ നോർമൽ ആംബുലൻസിൽ, സാധാരണ ആംബുലൻസിൽ അത്രയും ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട അവർക്ക്. ഓക്കെ, അപ്പൊ അത് പല ആംബുലൻസിന്റെ ടൈപ്പ് ഒക്കെ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, അപ്പൊ ചില നല്ല ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കേണ്ട ഇതിനകത്ത് ഡ്രൈവേഴ്സുമാരും ഒക്കെ അതുപോലെയുള്ള സ്റ്റാഫുകളും വേണം. അവിടെ നേഴ്സുകൾ വേണം അല്ലെ. നല്ല എമർജൻസി ആണെങ്കിൽ നേഴ്സും അതുപോലെ ആ സ്റ്റാഫിന്റെ ഡ്രൈവറും പിന്നെ അതുപോലെ നേഴ്സുകളും ഒക്കെ വേണ്ടി വരും. ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആണെങ്കിൽ ഡോക്ടർ തന്നെ കൂടെ വേണ്ടി വരും. ചിലപ്പോഴും നേഴ്സ് വരും. അങ്ങനെ ചിലപ്പോ എന്താ പറയാ ഒരു വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ അറ്റൻഡർ ആണെങ്കിലും ആ ഡ്രൈവറിന്റെ കൂടെ പോയാൽ മതിയാവും. വേറെ ക്രിട്ടിക്കൽ കേസ് ഒന്നും ഇല്ലെങ്കിൽ അറ്റൻഡറിന് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ആ പേഷ്യന്റിനെ ഒന്ന് ആംബുലൻസിലേക്ക് കയറ്റാൻ ഹെൽപ്പ് ചെയ്യുക, അത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഒന്ന് ഇറക്കുക, അങ്ങനെയുള്ള ഇതിനകത്ത് ജസ്റ്റ് ഒരു അറ്റൻഡർ ആണെങ്കിലും മതിയാവും. നല്ല ഭയങ്കര എമർജൻസി ആണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ തന്നെ വേണ്ടി വരാം. അപ്പൊ ഇതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. എത്ര പേരുണ്ടാവായിരിക്കണം?
ഒരു സാധാരണ ഒരു ആംബുലൻസ് സർവീസിൽ 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്, 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും വേണം. ടു ബി വൺ എവരി ആംബുലൻസ്. 1 to ഡ്രൈവർ, ഒരാള് ഡ്രൈവറും ആൻഡ് 1 to അറ്റൻഡ് ടു ദ പേഷ്യന്റ്. പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ ഒരാളും ഒരു ഡ്രൈവറും വേണം. ഇപ്പൊ ഡ്രൈവർ അവിടെ ഇരുന്ന് ഡ്രൈവ് മാത്രമല്ല ചെയ്യണോ, അത് പേഷ്യന്റ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന് എന്താ പറയാ ഓൺ ദ വേയിൽ വന്ന് നോക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരാൾ ഡ്രൈവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിനെ നോക്കാനായിട്ട് പേഷ്യന്റിന്റെ കൂടെ ഒരു എന്താ അതിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാൾ കൂടി വേണം. അങ്ങനെ 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും സാധാരണ ആംബുലൻസിൽ മസ്റ്റ് ആണ്. ഓക്കെ, മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് to be one every ambulance, 1 to driver and 1 to attend to the patient. പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനും. കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻ. ഈ ഓരോ ഇതാ പറഞ്ഞേക്കുന്നേ, ആംബുലൻസ് ക്വാളിഫിക്കേഷൻ, ക്രൂ ക്വാളിഫിക്കേഷനെ പറഞ്ഞേക്കുന്നേ. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് റെസ്പോണ്ടർ. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ആ ഇൻസിഡന്റിലെ സീനിന് ഫസ്റ്റ് എത്തുന്ന ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ആദ്യം എത്തുന്ന ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഹൂസ് ജോബ് ഈസ് ടു ഗിവ്, അദ്ദേഹത്തിന്റെ ജോലി എന്താ? ജോബ് ഈസ് ടു ഗിവ് early ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ എന്ന് പറയില്ലേ, ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ കൊടുക്കുക, ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. സച്ചാസ് ഏതൊക്കെയാണ്? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, CPR കൊടുക്കൂലേ? നെഞ്ചുവേദനയൊക്കെ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മളിങ്ങനെ നെഞ്ചത്തൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ശ്വാസം അവർക്ക് എടുക്കാൻ വേണ്ടി CPR കൊടുക്കും. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, CPR കൊടുക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ ജോലി. ഫസ്റ്റ് റെസ്പോണ്ടർ അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു അറിവുള്ള ഒരാളായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ. ഫസ്റ്റ് ജോബ്, അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഈസ് ടു ഗീവ് early critical care such as cardiopulmonary resuscitation, CPR, or applying an automated external defibrillator, AER. ഇപ്പൊ ഇനി കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ CPR കൊടുത്തിട്ടും ഒരു പേഷ്യന്റിന് എന്താ ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുന്നതാണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഈ നെഞ്ചിന്റെ അവിടെ 2 ഇതുപോലെ വെക്കണത്, ഒരു റൗണ്ടില് ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അത് CPR കൊടുത്തിട്ടും നോർമൽ ആവാത്ത ഒരു പേഷ്യന്റിന് കൊടുക്കുന്നതാണ്. 2 നെഞ്ചിന്റെ 2 ഭാഗത്തും 2 വട്ടത്തിലുള്ള ഒരു വിഷയം ഇത് വെക്കും. അപ്പൊ അത് ചെസ്റ്റിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആള് ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്ന ആൾ അത് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ജെർക്കാവുന്ന പോലെ പെട്ടെന്ന് അയാള് ജെർക്കാവും. അപ്പൊ അങ്ങനെ അതുപോലെ ചെയ്യാൻ അതൊക്കെ ഒരു കഴിവുള്ള ഒരാളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ദേ മേ ബി സെൻഡ് ടു ദ ആംബുലൻസ് സർവീസ്, മേ പാസസ് ബൈ ഓർ മേ ബി ഡിസ്പാച്ച്ഡ് ടു ദ സീൻ ഫ്രം അതർ ഏജൻസീസ് സച്ച് ആസ് എ പോലീസ് ഓർ ഫയർ ഡിപ്പാർട്ട്മെന്റ്. അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഈ പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റില് എന്നുള്ള അങ്ങനെയുള്ള ആളുകളെയും ഈ സംഭവ സ്ഥലത്തേക്കൊക്കെ അയച്ചേക്കാം. ഇങ്ങനെയുള്ള ഫസ്റ്റ് റെസ്പോണ്ടർ എന്നുള്ള ഇതിനകത്ത് ഫസ്റ്റ് കെയർ കൊടുക്കാം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ സ്കൂളിലും ഈ കോളേജുകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം അല്ലെ എന്നുള്ള ഒരു അവയർനെസ് ഒക്കെ ഇവർക്ക് കൊടുക്കും. പെട്ടെന്ന് ഒരാൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാംസ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മെഡിക്കൽ ടീം വന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു സീനിന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? CPR കൊടുക്കുക. അപ്പൊ നെഞ്ചുവേദനയൊക്കെയാണ് CPR കൊടുക്കുക. ഈ CPR കൊടുത്തിട്ടും അത് ശരിയായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആണ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അത് എന്താ വെച്ചാൽ നെഞ്ചിന്റെ ഇവിടെ 2 സാധനം പോലെ പിടിപ്പിച്ചിട്ട് അപ്പൊ പെട്ടെന്ന് അനങ്ങാതെ കിടക്കുന്ന പേഷ്യന്റ് ഒരു ജെർക്ക് ചെയ്ത പോലെ അപ്പൊ അതങ്ങനെ യൂസ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ,
ഇനി രണ്ടാമത്തെയാണ് ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ. Some services employ staff without any qualification or just a basic first training, whose work is to simply drive the vehicles. Ambulance drivers may also have training in using the radio and knowing where medical supplies are stored in the ambulance. ഇവിടെ നോക്കിയേ, ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ സാധാരണ എമർജൻസി ഒന്നും അല്ലാത്ത നോർമൽ ആംബുലൻസുകളിൽ ഉള്ള ഡ്രൈവറിന് സാധാരണ ക്വാളിഫിക്കേഷൻ മതിയായോ? അതായത് സിംപ്ലി ഡ്രൈവ് ചെയ്യാൻ, വെഹിക്കിൾസ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ മതിയാവും അദ്ദേഹത്തിന്. പിന്നെ അതുകൂടാതെ നമ്മൾ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എഫ് എം ട്രാൻസ്മിറ്റർ, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ്, ഹോസ്പിറ്റലുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന FM അങ്ങനെയുള്ള യൂസിങ് ദ റേഡിയോ ഒക്കെ യൂസ് ചെയ്യാൻ അറിയണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ മെഡിക്കൽ സപ്ലൈകളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നും അറിഞ്ഞാൽ മാത്രം മതി. വേറെ ഫെസിലിറ്റി കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാനുള്ള കഴിവുള്ള ആളൊന്നും വേണമെന്നില്ല ഈ ആംബുലൻസ് ഡ്രൈവർ. നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന ആളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഹോസ്പിറ്റലുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ റേഡിയോസ് ഒക്കെ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങനെയുള്ള ആ ഉപകരണങ്ങളൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റണം, അങ്ങനെ അറിയണം. പിന്നെ അതുപോലെ എവിടെയാണ് മെഡിക്കൽ സപ്ലൈസ് ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ളതും അറിയണം. ഓക്കെ, ഇന്ന സ്ഥലത്താണ് ഇന്നത് വെച്ചേക്കുന്നത്, അത് എന്തൊക്കെയാണ്, അതിന്റെ യൂസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതൊന്നും അറിയണമെന്നില്ല. എവിടെയാണ് ഓരോ കാര്യങ്ങളും വെച്ചേക്കുന്നത്, ആ സപ്ലൈസ് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം മാത്രം അദ്ദേഹത്തിന് അറിഞ്ഞാൽ മതിയാവും. നോർമൽ സാധാരണ ആംബുലൻസിലെ ഡ്രൈവർ. ഓക്കെ, മനസ്സിലായോ? രണ്ടെണ്ണോ? ഫസ്റ്റ് റെസ്പോണ്ടറും ആംബുലൻസ് ഡ്രൈവറും. ഒരെണ്ണം കൂടി നമുക്ക് പറയാം. നെക്സ്റ്റ് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീരും. ഇപ്പൊ ഇതിന്റെ കുറച്ചുള്ളൂ. ഒരു പേജ് ഇതും കൂടി ഉള്ളു, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം എന്തായാലും. ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാമോ ബാലൻസ്? മൂന്ന് കോടിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് എന്തായാലും തീരും. അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് റെസ്പോണ്ടറും ആംബുലൻസ് ഡ്രൈവറും. റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഇന്ന് പഠിപ്പിച്ചത് ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, കുറച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരു പേജ് 2 പേജൊക്കെ മാക്സിമം എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് അങ്ങനെ എടുക്കുന്നില്ല നമ്മള്. അപ്പൊ അത് അന്നന്ന് എടുക്കുന്നത് തന്നെ ജസ്റ്റ് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കാം. ഒരുപാടൊന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ ഇന്ന് എടുത്ത അത്രയും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ നോർമല് നമ്മൾ കേൾക്കുന്നതും കേട്ടേക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ,
താങ്ക് യു.